ഹായ് ഹലോ മൈ ബ്യൂട്ടിഫുൾ സോൾസ്. നമസ്കാരം. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വിഷുദിന ആശംസകൾ. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ടാരോ ട്രേഡിംഗ് വിഷുഫലം 2026. വിഷുഫലത്തിൽ നോക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആൻഡ് കരിയർ. ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ ഫോളോ ചെയ്ത് നിങ്ങളുടെ എനർജി ഈ ഒരു റീഡിങ്ങിലേക്ക് കണക്ട് ചെയ്യുക. ആദ്യം നമുക്ക് റിലേഷൻഷിപ്പ് റീഡിങ്ങിലേക്ക് പോകാം. വന്നിരിക്കുന്ന ഫസ്റ്റ് കാർഡ് എന്ന് പറയുന്നത് ദ വേൾഡ് കാർഡാണ്. ഈ ഒരു കാർഡ് എന്നത് ഒരു സൈക്കിൾ കംപ്ലീഷൻ കാർഡാണ്. ഒരു ബന്ധം 2026 ഒരു ചാപ്റ്റർ ക്ലോസ് ചെയ്യുന്ന ഒരു എനർജി കാണിക്കുന്നു. അതായത് ചില ആളുകൾക്ക് അവരുടെ ആ ഒരു പഴയ പാറ്റേൺ ആ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്നത് അവസാനിക്കുന്നു എന്ന് കാണിക്കുന്നു. നിങ്ങൾ ഇമോഷണലായി മെച്യൂർഡ് ആകുന്നു എന്ന് കാണിക്കുന്ന എനർജി. ഞാൻ എന്താണ് ഡിസേർവ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കി തരുന്ന ആ ഒരു എനർജി. ഇതൊരു ബ്രേക്കപ്പിനെ മാത്രം അർത്ഥമാക്കണം എന്നില്ല. ചിലർക്കിത് ബന്ധങ്ങളിൽ ഒരു ഓൾഡ് വേർഷൻ ഓഫ് റിലേഷൻഷിപ്പ് അത് അവസാനിക്കുന്നു എന്ന് കാണിക്കുന്നു. നെക്സ്റ്റ് കാർഡ് 2 ഓഫ് സൂട്ട്സ് ആണ്. ഇതൊരു ഡിനയൽ കാർഡാണ്. അതായത് നിങ്ങളോ നിങ്ങളുടെ പാർട്ട്ണറോ ഒരു സത്യം കാണാൻ മടിക്കുന്നു എന്ന് കാണിക്കുന്നു. സംസാരിക്കേണ്ടുന്ന ചില വിഷയം അവോയ്ഡ് ചെയ്യുന്നു. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ ഹർട്ട് ചെയ്യേണ്ട അല്ലെങ്കിൽ ഒരു കോൺഫ്ലിക്റ്റ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ചില സത്യങ്ങൾ നിങ്ങളുടെ ബന്ധത്തിൽ സംസാരിക്കേണ്ടുന്ന കാര്യങ്ങൾ അത് അവോയ്ഡ് ചെയ്യുന്നു എന്ന് കാണിക്കുന്നു. ഒരു ഹേർട്ട് വേഴ്സസ് ഈഗോ കോൺഫ്ലിക്റ്റ് മനസ്സിലാക്കുക. നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ സംബന്ധിക്കുന്ന ഒരു ക്ലിയർ ഡിസിഷൻ നിങ്ങൾക്ക് എടുക്കേണ്ടി വരും 2026 എന്ന് കാണിക്കുന്നു. ഞാൻ ഈ ബന്ധത്തിൽ തുടരണോ അതോ കട്ട് ചെയ്യണോ എന്ന ഒരു ക്രോസ് റോഡ് അതിനെ സൂചിപ്പിക്കുന്ന കാർഡാണ് ഈ ഒരു 2 ഓഫ് സൂട്ട്സ് എന്ന് പറയുന്നത്. 9 ഓഫ് പെന്റക്കിൾസ് സൂചിപ്പിക്കുന്നത് ബന്ധത്തിൽ നിന്നും ഇൻഡിപെൻഡൻസ് ലഭിക്കുന്നു. ഒരു സെൽഫ് വർത്ത് തിരിച്ചറിയുന്ന സമയം. ആത്മാഭിമാനത്തോടു കൂടി സ്നേഹത്തിന് വേണ്ടിയിട്ട് യാചിച്ച് ആരുടെയും പുറകെ നടക്കേണ്ടുന്ന കാര്യം എനിക്കില്ല എന്ന് ചിലർക്ക് മനസ്സിലാക്കി തരുന്ന ഒരു വിഷുഫലമാണ് 2026. നിങ്ങൾ ഇമോഷണൽ ഡിപ്പെൻഡൻസി അത് കുറയ്ക്കും എന്ന് കാണിക്കുന്നു. നിങ്ങളുടെ സെൽഫ് റെസ്പെക്റ്റ് എല്ലാം തന്നെ ഉയരുന്ന സമയം. സിംഗിൾ ആയാലും കമ്മിറ്റഡ് ആയാലും നിങ്ങൾ ആദ്യം നിങ്ങളെ തിരഞ്ഞെടുക്കുന്ന ഒരു സമയം അത് വരും എന്ന് തന്നെ സൂചിപ്പിക്കുന്നു. 5 ഓഫ് പെന്റക്കിൾസ് ഒരു ടെമ്പററി ഇമോഷണൽ ലോൺലെസ്സിനെ സൂചിപ്പിക്കുന്നു. ഒരു അവഗണിക്കപ്പെട്ടതുപോലെയുള്ള ഫീൽ. സാമ്പത്തികമായിട്ടുണ്ടായിട്ടുള്ള ചില സ്ട്രെസ്സുകൾ അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ബാധിക്കുന്നു എന്ന് കാണിക്കുന്നു. ഞാൻ ഒറ്റപ്പെട്ടു എന്ന് തോന്നുന്ന ഒരു ഫീലിംഗ്. പക്ഷേ ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാകും ഈ ഒരു കാർഡിൽ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ചെറിയൊരു ലൈറ്റ് ഉണ്ട്. ഒരു ഹെൽപ്പ് നമുക്ക് അവൈലബിൾ ആണ് എന്ന് കാണിച്ചു തരുന്ന ഒരു വെളിച്ചം. യു ആർ നോട്ട് അബാൻഡഡ് ബൈ ഡെസ്റ്റിനി. ഒരുപാട് വിഷമിച്ച് ഒറ്റയ്ക്ക് നിന്ന് പൊരുതുന്ന ഒരു എനർജിയാണ് നിങ്ങൾ എങ്കിൽ ശരിക്കും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ഒരു പുതു വെളിച്ചം വരുന്നു എന്ന് തന്നെ ഈ ഒരു കാർഡ് കാണിക്കുന്നു. 2026 റിലേഷൻഷിപ്പ് സമ്മറിയിലേക്ക് പോകുമ്പോൾ പഴയ ഇമോഷണൽ സൈക്കിൾ എല്ലാം തന്നെ ക്ലോസ് ആകുന്നു. ഒരു ഹാർഡായിട്ടുള്ള ഒരു ട്രൂത്ത് അത് ആക്സെപ്റ്റ് ചെയ്യുന്നു. ചിലർക്കിത് വിഷമമുണ്ടാക്കും അങ്ങേയറ്റം. എങ്കിൽ തന്നെയും ആ ഒരു സത്യം ആക്സെപ്റ്റ് ചെയ്യേണ്ടി വരുന്നു എന്ന് കാണിക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ സെൽഫ് വാല്യൂ എല്ലാം ഇൻക്രീസ് ആക്കുന്ന ഒരു സമയമായിരിക്കും 2026. ടെമ്പററി ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ലോൺലെസ്സിലേക്കൊക്കെ പോകും എന്ന് സൂചിപ്പിക്കുന്നു. പക്ഷേ ഭയപ്പെടേണ്ട, നിങ്ങൾക്കുള്ള ഹെൽപ്പ് നിങ്ങളുടെ അരികിലുണ്ട്. സ്നേഹം എന്നല്ല മറ്റൊന്നിനു വേണ്ടിയിട്ടും നിങ്ങൾ നിങ്ങളെ നഷ്ടപ്പെടാൻ തയ്യാറല്ല എന്ന് കാണിച്ചു തരുന്ന ഒരു എനർജി ആയിരിക്കും 2026 വിഷുഫലം. നിങ്ങൾക്ക് യാതൊരു വിലയും കൊടുക്കാതെ നിങ്ങൾക്ക് അർഹതയില്ലാത്ത സ്നേഹത്തിന് പിറകെ നിങ്ങൾ പായുകയായിരുന്നു എങ്കിൽ ഇനി മുതൽ നിങ്ങൾ തിരിച്ചറിയും നിങ്ങൾക്ക് സെൽഫ് വർത്ത് ഉണ്ട് എന്നും നിങ്ങൾ നിങ്ങളുടെ വില മനസ്സിലാക്കി നിങ്ങളുടെ കരിയർ ആൻഡ് റിലേഷൻഷിപ്പിലെല്ലാം തന്നെ ശരിക്കും ഒരു മാറ്റം വരുത്തി മുന്നേറുമ്പോൾ നിങ്ങളെ ഉപേക്ഷിച്ചവർ നിങ്ങളെ തിരക്കി വരുന്ന ഒരു എനർജി കൂടി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഒട്ടും പരിഭ്രമിക്കേണ്ട, കൺഫ്യൂഷനും വേണ്ട. ശരിയായ പാതയിലാണ് നിങ്ങൾ മുന്നേറുന്നത്. 2026 വിഷുഫലം അനുസരിച്ച് നിങ്ങളുടെ കരിയർ എനർജി എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോൾ വന്നിരിക്കുന്ന കാർഡുകൾ 4 ഓഫ് പെന്റക്കിൾസ്, പേജ് ഓഫ് കപ്സ്, കിങ് ഓഫ് പെന്റക്കിൾസ് ആൻഡ് 9 ഓഫ് സൂട്ട്സ് ആണ്. 4 ഓഫ് പെന്റക്കിൾസ് സൂചിപ്പിക്കുന്നത് മണി സെക്യൂരിറ്റി ഫോക്കസിനെ സൂചിപ്പിക്കുന്നു. 2026 നിങ്ങൾ ഒരു സേവിങ് മോഡിലേക്ക് പോകുന്നു. കോഷ്യസ്. നിങ്ങൾ സ്പെൻഡിങ്ങിനെല്ലാം തന്നെ നിങ്ങൾ അധികമായിട്ട് ചെലവഴിച്ചിരുന്നു എങ്കിൽ അതിനെല്ലാം നിയന്ത്രണം ഏർപ്പെടുത്തി ശരിക്കും വർത്തിയായിട്ട് ചെലവഴിക്കാൻ നിങ്ങൾ പഠിക്കുന്നു. 2026 എന്ന് പറയുന്നത് ഒരു മണി സെക്യൂരിറ്റി ഫോക്കസ് ആയിരിക്കും എന്ന് കാണിക്കുന്നുണ്ട്. ഫിനാൻഷ്യൽ ഇൻസ്റ്റെബിലിറ്റിയൊക്കെ നിങ്ങൾക്കൊരു ചെറിയൊരു ഫിയർ ഉണ്ട്. കരിയർ സ്റ്റെബിലിറ്റി ഡിസയർ അങ്ങേയറ്റം സ്ട്രോങ് ആയിട്ട് തന്നെ ഇവിടെ കാണിക്കുന്നുണ്ട്. പേജ് ഓഫ് കപ്സ് സൂചിപ്പിക്കുന്നത് ഒരു ക്രിയേറ്റീവ് ഓപ്പർച്യൂണിറ്റിയാണ്. അതായത് നിങ്ങളുടെ ഉള്ളിലെ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ചുള്ള ക്രിയേറ്റിവിറ്റി അനുസരിച്ച് നിങ്ങളെ കരിയർ തേടി വരുന്നു എന്ന് കാണിക്കുന്നു. ശരിക്കും നിങ്ങളെ സംബന്ധിച്ച് ഇതൊരു സർപ്രൈസ് ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. ഒരു ന്യൂ ഐഡിയ അത് സ്റ്റാർട്ടാകുന്നു എന്ന് കാണിക്കുന്നു. സ്മോൾ ആയിരിക്കും, പക്ഷേ അത് ഗ്രോ ചെയ്യും. കിങ് ഓഫ് പെന്റക്കിൾസ് കാർഡ് സൂചിപ്പിക്കുന്നത് ഒരു സ്ട്രോങ് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി പൊട്ടൻഷ്യലിനെയാണ്.
ഒരു സ്റ്റഡി ഇൻകം വരുന്നു, ബിസിനസ്സിൽ നിങ്ങൾക്കൊരു ഗ്രോത്ത് വരുന്നു, അതോറിറ്റി പൊസിഷൻ. ചിലർക്കിത് ഒരു സംതിങ് ബിൽഡ്, ലോങ് ടൈമിലേക്ക് നിങ്ങൾ ചില കാര്യങ്ങൾ ബിൽഡ് ചെയ്യുന്നു എന്ന് തന്നെ കാണിക്കുന്നു. 9 ഓഫ് സൂട്ട്സ് കാണിക്കുന്നത് ഒരു ഓവർ തിങ്കിങ്ങിനെയാണ്. ഫിയർ ഓഫ് ഫെയില്യൂർ, തോറ്റു പോകുമോ എന്നൊരു പേടി, അതുകൊണ്ട് തന്നെ ഉറക്കമില്ല. എനിക്ക് വീണ്ടും പഴയതുപോലെ ആകുമോ എന്നൊരു ആങ്സൈറ്റി ഉള്ള ആളുകളെയും കാണിക്കുന്നുണ്ട്. സ്ലീപ്ലെസ് ആയിട്ടുള്ള ഒരു സ്ട്രെസ്സിനെ സൂചിപ്പിക്കുന്ന കാർഡാണ് 9 ഓഫ് സൂട്ട്സ് എന്ന് പറയുന്നത്. നമ്മളൊരു റിയാലിറ്റി ചെക്കിലേക്ക് പോകുമ്പോൾ കാണുന്നത് അമിതമായിട്ടുള്ള ഭയം, അതാണ് ആക്ച്വൽ പ്രോബ്ലം എന്ന് കാണിക്കുന്നു. മനസ്സിലാക്കുക, കരിയർ എന്ന് പറയുന്നത് ഒരു സേഫ് സോണിൽ കൂടി ആയിരിക്കില്ല യാത്ര എന്ന് പറയുന്നത്. ശരിക്കും റിസ്ക് എടുത്ത് തന്നെ യാത്ര ചെയ്യേണ്ടി വരും. കഠിനമായ പരിശ്രമവും ആവശ്യമാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ലെവലിലേക്ക് എത്താൻ. ഒരാൾക്ക് പോലും ഈസി വിക്ടറി എന്നൊന്നില്ല. ശരിക്കും പരിശ്രമിക്കുക. അതുകൊണ്ട് തന്നെ മനസ്സിലെ ആ ഒരു സംശയങ്ങളും ആങ്സൈറ്റിയും എല്ലാം ഒന്ന് മാറ്റിവെച്ച് ശരിയായ ഒരു പ്ലാനിങ്ങോട് കൂടി കരിയറിൽ തുനിഞ്ഞിറങ്ങുക എന്ന് പറയും. നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു സ്ഥാനം നേടുന്നത് വരെയും വിശ്രമമില്ല. കരിയർ സമ്മറിയിലേക്ക് പോകുമ്പോൾ 2026 മണി കോഷ്യസ് ഫേസ് ആണ്. നിങ്ങൾക്കൊരു ക്രിയേറ്റീവ് ഇമോഷണൽ വർക്ക് ഗ്രോത്ത് വരുന്നു എന്ന് കാണിക്കുന്നു. ഒരു ലോങ് ടൈം സ്റ്റെബിലിറ്റി ബിൽഡ് ചെയ്തു വരുന്നു എന്ന് കാണിക്കുന്നു. ആദ്യമൊക്കെ ഒരു സ്ലോ ആയിരിക്കും, പക്ഷേ സ്റ്റഡി ആയിട്ട് തന്നെ കൺസിസ്റ്റൻ്റ് ആയിട്ട് അതിൽ തന്നെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന വിജയം നിങ്ങളുടെ കയ്യിൽ കിട്ടും. ഭയം കൊണ്ടുള്ള ഒരു ആങ്സൈറ്റിയൊക്കെ ഒന്ന് കുറയ്ക്കാൻ ശരിക്കും മെഡിറ്റേഷനൊക്കെ നിങ്ങളെ ഒന്ന് സഹായിക്കും. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു 99% ആളുകൾക്ക് ഒരു പൊട്ടൻഷ്യലായിട്ടുള്ളൊരു ഇൻകം റൈസ് വിസിബിളായിട്ട് തന്നെ ഈ ഒരു റീഡിങ്ങിൽ കാണുന്നുണ്ട്. ഈ ഒരു റീഡിങ്ങിൻ്റെ ഒരു ഓവറോൾ ഔട്ട്കം എന്താണെന്ന് ചോദിക്കുമ്പോൾ 4 ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. ഇതൊരു ഇമോഷണൽ ഹുക്ക് കാർഡാണ്. അതായത് നിങ്ങൾ റിസീവ് ചെയ്യാൻ പോകുന്നു എന്തെല്ലാം: ലവ് ഓഫർ, കരിയർ ഓപ്പർച്യൂണിറ്റി, ന്യൂ ചാൻസസ്. ഇതിൻ്റെ എല്ലാ ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ അരികിലേക്ക് വരും എന്ന് കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷേ ഭൂരിപക്ഷം ആളുകളും ഇത് കണ്ടില്ല. ഈ ഒരു തുറന്നു കിടക്കുന്ന വാതിൽ കാണാതെ ശരിക്കും നിങ്ങളുടെ ജാതകത്തിൻ്റെ പ്രശ്നം കൊണ്ടോ അങ്ങനെ ആ ഒരു ഗ്രഹസ്ഥിതി കൊണ്ടോ ഒക്കെ ആയിരിക്കാം ഒരു മുന്നിൽ കാണുന്ന ഈ കാണിച്ചു തരുന്ന ഭാഗ്യങ്ങളൊന്നും തന്നെ കാണാതെ പോകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ഈ ഒരു 9 ഗ്രഹങ്ങൾ ശരിക്കും നമ്മുടെ ജീവിതത്തിൽ ഒരു സ്വാധീനം ചെലുത്തുന്നുണ്ട്. അത് മാറി വരുന്നതിനനുസരിച്ച് തന്നെ ഭാഗ്യവും നഷ്ടവും ലാഭവും എല്ലാം തന്നെ അത് മാറി മറിഞ്ഞുകൊണ്ടേയിരിക്കും. വളരെ വിവേകപൂർവം ബുദ്ധിപൂർവം ആ ഒരു സമയം നമ്മൾ ആക്ട് ചെയ്യുന്നതിനനുസരിച്ചിരിക്കും ഈ ഒരു ഭാഗ്യസമയമൊക്കെ നമ്മുടെ അരികിലേക്ക് വരുമ്പോൾ അത് കൃത്യമായി വിനിയോഗിക്കുവാനും, ഇനിയൊരു ദോഷ സമയമാണ് എങ്കിൽ അതിനെ എങ്ങനെ അതിജീവിക്കണം എന്നൊക്കെ മനസ്സിലാക്കി പ്രവർത്തിക്കുവാനും എല്ലാം തന്നെ ജാതകം വിശകലനം ചെയ്ത് നോക്കുന്നത് നമ്മെ സഹായിക്കും. ഫൈനൽ ഹോണസ്റ്റ് എനർജി റീഡിങ്ങിലേക്ക് പോകുമ്പോൾ 2026 എന്ന് പറയുന്നത് ഒരു ഫെയറി ടെയിൽ പോലെയുള്ള ഒരു കഥയല്ല. ഇതൊരു സെൽഫ് റെസ്പെക്റ്റ്, അതുപോലെ തന്നെ സ്റ്റെബിലിറ്റി ഇയറായിട്ട് തന്നെ കാണിക്കുന്നു. ലവ് ഫിൽറ്റേഴ്സ്, അതുപോലെ തന്നെ മണി ബിൽഡ് സ്ലോലി, മൈൻഡ് നീഡ്സ് ഹീലിംഗ്, ഈഗോ സോഫ്റ്റൻസ്, അതുപോലെ തന്നെ ഡെസ്റ്റിനി റീസെറ്റ് യുവർ സ്റ്റാൻഡേർഡ്സ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിലെല്ലാം തന്നെ ഒരു ഫിൽറ്ററിങ് നടക്കാനുള്ള ഒരു ചാൻസസ് ഉണ്ട്. ശക്തമായ ശരിയായ ബോൾഡായിട്ടുള്ള റിലേഷൻഷിപ്പ് ആണെങ്കിൽ തീർച്ചയായും ഈ ഒരു സമയം ആ ഒരു ബന്ധം വളരെ ശക്തിപ്പെടും. നിങ്ങൾക്ക് ആപ്റ്റ് അല്ലാത്ത, നിങ്ങളെ ഡിസേർവ് ചെയ്യാത്ത ആ ഒരു ഇൻ ആൻഡ് ഔട്ട് റിലേഷൻഷിപ്സ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം തന്നെ ശരിക്കും ഒന്ന് ഫിൽട്ടർ സ്റ്റേജിലൂടെ കടന്നുപോയി ഒരു പെർമനൻറ്റ് ബ്രേക്കപ്പിലേക്ക് പോകാനുള്ള ചാൻസസും വളരെ കൂടുതലായിട്ട് തന്നെ കാണിക്കുന്നു. ശരിക്കും നിങ്ങൾക്ക് ആ ഒരു സമയം മൈൻഡ് ഹീലിംഗ് എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമായിരിക്കും. സാഹചര്യങ്ങളെ ആക്സെപ്റ്റ് ചെയ്ത് അതിനെ ഓവർകം ചെയ്യാൻ പഠിക്കുക. ചിലരുടെ റിലേഷൻഷിപ്പിലൊരു ഈഗോ വാർ, അതുമൂലം ഉണ്ടാക്കുന്ന ഒരു ബ്രേക്കപ്പിനെയൊക്കെ ശരിക്കും ഒരു ഈഗോ സോഫ്റ്റനാകുന്നു എന്ന് കാണിക്കുന്നുണ്ട്. 2026 എന്ന് പറയുന്നത് ശരിക്കും നിങ്ങളുടെ ഒരു റീസെറ്റിംഗ് ഫേസ് ആണ്. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമുക്ക് കിട്ടിയിരിക്കുന്ന റീഡിംഗ് എന്ന് പറയുന്നത്. ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് റെസണേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ യൂണിവേഴ്സിന് നന്ദി പറയുക. തുടർന്നുള്ള ഡെയിലി ഡിവൈൻ ഗൈഡൻസിനായി നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് റെസണേറ്റ് ആയിട്ടുള്ളത് മാത്രം നിങ്ങൾ സ്വീകരിക്കുക. ഇതിൽ പറഞ്ഞിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യുക. നെഗറ്റീവായിട്ടുള്ളതും നിങ്ങളെ എപ്പോഴും വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ദ സുപ്രീം പവറിന് മുമ്പിൽ സറണ്ടർ ചെയ്യുക. സറണ്ടർ ടു ഡിവൈൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സിൽ കൂടി നിങ്ങൾ കടന്നു പോകുമ്പോൾ നിങ്ങളുടെ ഒരു ഓവർ തിങ്കിങ് നിയന്ത്രിച്ചുകൊണ്ട്, നിങ്ങളുടെ മനസ്സിൻ്റെ ഭാരം ഒഴിവാക്കിക്കൊണ്ട് ശരിക്കും ഒരു കൃത്യമായ ഒരു ഡിസിഷൻ എടുക്കാൻ നിങ്ങളുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ജീവിതത്തിൽ വലിയ വലിയ ലക്ഷ്യങ്ങളിലേക്ക് കുതിക്കുവാനും എല്ലാം തന്നെ ഈ ഒരു സറണ്ടർ ടു ഡിവൈൻ പ്രോസസ്സ് നിങ്ങളെ സഹായിക്കും. നിങ്ങളുടെ ജീവിതത്തിനെ സംബന്ധിക്കുന്ന ഒരു സുപ്രധാനമായ മാറ്റങ്ങൾക്കെല്ലാം തന്നെ ഗൈഡൻസ് തരാൻ ഈ ഒരു റീഡിങ്ങിന് കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു.
നിങ്ങളുടെ ജാതകം ഉൾപ്പെടെ വിശകലനം ചെയ്ത് ഒപ്പം ടാരോ ട്രേഡിംഗ് ഗൈഡൻസിനുമായി ഒരു പേഴ്സണൽ റീഡ് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കുകയോ മെസ്സേജ് അയക്കുകയോ ചെയ്യുക. പേഴ്സണൽ റീഡിങ്ങിന് പേയ്മെന്റ് ഉണ്ട്. എന്റെ ദിവസേനയുള്ള പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾപ്പെടുത്തുന്നതിനായി നിങ്ങളുടെ പേരും നാളും ഈ ഒരു വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്യുക. തീർച്ചയായും എൻ്റെ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഈ ഒരു വിഷുഫലം ടാരോ ട്രേഡിങ്ങിലൂടെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും സമ്പൽ സമൃദ്ധി നിറഞ്ഞ ഒരു ജീവിതം തരുമാറാകട്ടെ എന്ന് ഈ ഒരു പ്രപഞ്ചശക്തിയോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.